നമസ്കാരം. ദേവനാഗരി ഹിന്ദി കോളേജിൻ്റെ 9ാം ക്ലാസ് ഹിന്ദി ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായ പുൽ ബനി ഥി മാം എന്ന കവിതയാണ്. പുൽ ബനി ഥി മാം ശ്രീ നരേന്ദ്ര പുണ്ടരീക് രചിച്ച ഒരു കവിതയാണ്. ഈ കവിത അമ്മയോടുള്ള തൻ്റെ മനസ്സിലെ അഗാധമായ ആദരവായാണ് കവി പ്രകടിപ്പിക്കുന്നത്. അമ്മ മക്കൾക്കിടയിൽ ഒരു കെടാവിളക്ക് പോലെ നിൽക്കുന്നു. അമ്മ മരണപ്പെട്ട് കഴിയുമ്പോൾ ജീവിതമാകുന്ന വീടിൻ്റെ അടിത്തറ ആകെ ഇളകിയതുപോലെ മക്കൾക്ക് തോന്നുന്നു. ഇതാണ് ഈ കവിതയെപ്പറ്റി ആമുഖമായി പറയാനുള്ളത്. നമുക്ക് കവിതയിലേക്ക് പോകാം. ഹം ബായിയോം കെ ബീച്ച് പുൽ ബനി ഥി മാം, ഹം ബായിയോം കെ ബീച്ച് പുൽ ബനി ഥി മാം, जिसमें आए दिन दौड़ती रहती बेधड़क, जिसमें आए दिन दौड़ती रहती बेधड़क, बिना किसी हरी लाल बत्ती के, बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. ഒരിക്കൽ കൂടി നോക്കുക. हम भाइयों के बीच पुल बनी थी माम, जिसमें आए दिन दौड़ती रहती बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. നമുക്കിതിൻ്റെ ആശയം ഒന്ന് നോക്കാം. ഭായിയോ സഹോദരന്മാർ, ബീച്ച് ഇടയിൽ, പുൽ പാലം, ബന്ന നിർമ്മിക്കുക, ബേധടക് യാതൊരു തടസ്സവുമില്ലാതെ, ഹരി ലാൽ ബത്തി, ഹരി ബത്തി പച്ച വിളക്ക്, ലാൽ ബത്തി ചുവപ്പ് വിളക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആശയം ഒന്ന് നോക്കാം. ശ്രീ നരേന്ദ്ര പുണ്ടരീക്കിൻ്റെ വളരെ മനോഹരമായ ഗഹനമായൊരു കവിതയാണ് പുൽ ബനി ഥി മാം. ഈ കവിത മുതിർന്ന തലമുറയോടുള്ള ഉത്തരവാദിത്വത്തിനു നേർക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പുത്തൻ തലമുറയെക്കുറിച്ചാണ് ഈ കവിത ചർച്ച ചെയ്യുന്നത്. കവിതയിൽ മക്കൾക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യുവാനുള്ള പാലം ആയും വാർദ്ധക്യത്തിൽ മക്കൾക്ക് ഭാരമായും തീരുന്ന അമ്മയുടെ മാനസിക സംഘർഷമാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് മക്കളാണെല്ലാം. ഒരമ്മയുടെ ജീവിതം മക്കളുടെ സ്നേഹവും വാത്സല്യവും കൊണ്ട് നിറഞ്ഞതാണ്. കുടുംബത്തിലെ അംഗങ്ങളെ കൂട്ടിയിണക്കുന്നൊരു കണ്ണിയാണ് അമ്മ. അമ്മ സ്വന്തം ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മുമ്പ് മക്കൾ കുട്ടികളായിരുന്നപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ കുടുംബത്തിലെ മറ്റംഗങ്ങളിൽ എത്തിക്കാനും അവ നിവർത്തിച്ചു കൊടുക്കുവാനും അവ സാധിച്ചു കൊടുക്കുവാനും അവർക്കിടയിൽ ഒരു പാലം പോലെ അമ്മയുണ്ടായിരുന്നു. എന്താണ് ഒരു പാലത്തിൻ്റെ പ്രത്യേകത? നമുക്ക് പോകാനും വരാനും ഈ പാലം ഉപയോഗിക്കാം. അതേപോലെ ഇവിടെ അമ്മയാണ് മക്കൾക്കിടയിൽ പാലമായി നിൽക്കുന്നത്. ഒരിക്കൽ കൂടി നോക്കുക. ഹം ബായിയോം കെ ബീച്ച് പുൽ ബനി ഥി മാം, हम भाइयों के बीच पुल बनी थी माम, जिसमें आए दिन, हम भाइयों के बीच पुल बनी थी माम, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായിരുന്നു അമ്മ, ഒരു പാലം പോലെയായിരുന്നു അമ്മ. ജിസ്മേ ആയേ ദിൻ, ആ പാലത്തിലൂടെ, അമ്മയാകുന്ന പാലത്തിലൂടെ ഈ അടുത്ത കാലം വരെ, ദൗത്തീരത്തി ബേധടക്, ബേധടക് യാതൊരു തടസ്സവും കൂടാതെ, അമ്മയാകുന്ന പാലത്തിലൂടെ അല്ലെങ്കിൽ അമ്മ നിർമ്മിച്ച പാലത്തിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ ഈ അടുത്ത നാൾ വരെ ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. എങ്ങനെ? ബിനാ കിസി ഹരി ലാൽ ബത്തി കെ, ഹരി ബത്തി പച്ചവിളക്ക്, ലാൽ ബത്തി ചുവപ്പ് വിളക്ക്. ഈ പച്ചവിളക്കും ചുവപ്പ് വിളക്കിൻ്റെ പ്രത്യേകത എന്താണ്?
പച്ചവിളക്ക് കത്തുമ്പോൾ ഓടാനുള്ള അനുമതിയാണ്. ചുവപ്പ് വിളക്ക് കത്തുമ്പോഴോ അത് വാഹനം നിർത്താനുള്ള സിഗ്നലാണ്. അപ്പോൾ അമ്മ നിർമ്മിച്ച പാലത്തിലൂടെ മക്കളായ ഞങ്ങൾ ഈ അടുത്ത നാൾ വരെ യാതൊരു തടസ്സവുമില്ലാതെ പച്ചയും ചുവപ്പും വിളക്കിൻ്റെ ശ്രദ്ധിക്കാതെ, ആ സിഗ്നലുകൾ ശ്രദ്ധിക്കാതെ അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ഹം ലോകോം കി ചുക് ചുക് ഛക് ഛക്. ആ അമ്മയാകുന്ന പാലത്തിലൂടെ മക്കളായ ഞങ്ങൾ ഈ അടുത്ത നാൾ വരെ യാതൊരു തടസ്സവും കൂടാതെ ഓടിക്കൊണ്ടേയിരുന്നു. ബേധടക് എന്ന വാക്ക് പഠിച്ചു വെക്കണം. നിർഭയമായി, വിത്തൗട്ട് ഫിയർ, യാതൊരു ഭയവും കൂടാതെ. നമുക്ക് ആ ആദ്യത്തെ സ്റ്റാൻസയുടെ ആശയം നോക്കാം. അമ്മ മക്കൾക്കിടയിൽ പാലം തീർത്തിരുന്നു. ഒരു പാലം രണ്ട് കരകളെ തമ്മിൽ എങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നുവോ അതേപോലെ അമ്മ കുടുംബത്തിലെ അംഗങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു കണ്ണിയായി മാറുന്നു. യാതൊരു തരത്തിലുള്ള ഭയാശങ്കകളില്ലാതെ, അല്ലെങ്കിൽ യാതൊരു ഭയപ്പാടുമില്ലാതെ, ചുവപ്പും പച്ചയും ലൈറ്റുകളുടെ സിഗ്നലുകളെ ശ്രദ്ധിക്കാതെ മക്കൾ ഈ പാലത്തിലൂടെ നിർഭയരായി നടന്നുപോയി. അമ്മയാകുന്ന പാലത്തിലൂടെ മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി തടസ്സങ്ങളേതുമില്ലാതെ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഈ അടുത്ത നാൾ വരെ. മനസ്സിലായോ ശരിക്ക് ഈ സ്റ്റാൻസയുടെ അർത്ഥം? അപ്പോൾ അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച്, പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച് ഫുൽ ബനി മാം, पिता के बाद हम भाइयों के बीच पुल बनी माम, अचानक नहीं टूटी, धीरे धीरे टूटती रही, हम देखते रहे और मानते रहे कि बुझा रही है माम, अचानक नहीं टूटी, धीरे धीरे टूटती रही, हम देखते रहे और मानते रहे कि बुझा रही है माम. ഈ സ്റ്റാൻസയിലെ അർത്ഥം നോക്കുക ആദ്യം. അചാനക് പെട്ടെന്ന്, സഡൻലി, ടൂട്ട് മറവി, ധീരെ ധീരെ സ്ലോലി മെല്ലെ മെല്ലെ, മാന്ന ടു അഡ്മിറ്റ് അംഗീകരിക്കുക. ഇനി ഈ വരിയുടെ ആശയം ഒന്ന് നോക്കുക. അച്ഛൻ്റെ മരണശേഷം മക്കളുടെ അച്ഛൻ്റെ മരണശേഷം മക്കളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായി അമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മയുടെ ആരോഗ്യം സാവധാനം കുറഞ്ഞു വന്നു. അമ്മ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നുവെന്ന സത്യം അംഗീകരിക്കാൻ ഞങ്ങൾ മക്കൾ നിർബന്ധിതരായി മാറി. അമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ശാരീരികമായും ഞങ്ങളുടെ അമ്മ ദുർബലയായിക്കൊണ്ടിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, പിതാ കെ ബാദ് അച്ഛൻ്റെ മരണശേഷം, ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാം, അച്ഛൻ്റെ മരണശേഷവും ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായി അമ്മയുണ്ടായിരുന്നു. അചാനക് നഹീം ടൂട്ടി, പെട്ടെന്ന് തന്നെ അമ്മക്ക് വയസ്സായില്ല, പെട്ടെന്ന് തന്നെ അമ്മ ദുർബലയായില്ല. ധീരെ ധീരെ ടൂട്ടി രഹി, മെല്ലെ മെല്ലെ അമ്മ ദുർബലയായിക്കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ അവർ മാൻതേ രഹേ കി, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അത്. അവർ മാൻതേ രഹേ ടു അഡ്മിറ്റ്, ഞങ്ങൾ അംഗീകരിച്ചു, മക്കളായ ഞങ്ങൾ അംഗീകരിച്ചു. എന്ത്? ബുഢാരഹി ഹേ മാം, ബുഢാരഹ്ന വൃദ്ധയാവുക, വയസ്സാവുക. ഞങ്ങളുടെ അമ്മക്ക് വയസ്സാവുകയാണെന്ന് ഞങ്ങൾ മക്കൾ മനസ്സിലാക്കാൻ തുടങ്ങി. മനസ്സിലായോ ശരിക്ക്? ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. ധീരെ ധീരെ ടൂട്ടി രഹി മാം വായിക്കുമ്പോൾ ശരിക്ക് ആ വരികളിലൂടെ നിങ്ങളും കടന്നു പോകണം. എന്നാലേ നമുക്ക് വാക്കുകളുടെ അർത്ഥങ്ങളും വായിക്കുന്ന രീതിയും മനസ്സിലാകും. ശരി, നോക്കുക. ധീരെ ധീരെ ടൂട്ടി രഹി മാം, ഹാത്തോം ഹാത്ത് രഹത്തി മാം, ഏക് ദിൻ ഹമാരെ കന്ധോം മേ ആ ഗയി. ഒരിക്കൽ കൂടി നോക്കുക. ധീരെ ധീരെ ടൂട്ടി രഹി മാം, ഹാത്തോം ഹാത്ത് രഹത്തി മാം, ഏക് ദിൻ ഹമാരെ കന്ധോം മേ ആ ഗയി, ധീരെ ധീരെ महसूस करने लगे हम, धीरे धीरे
महसूस करने लगे हम अपने वृषभ कंधों में, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना, धीरे धीरे महसूस करने लगे हम अपने വൃഷഭ കന്ധോം മേ മാം കാ ഭാരി ഹോന. ഓക്കെ, ഇതിലെ അർത്ഥങ്ങൾ നോക്കുക നിങ്ങൾ. ആദത്ത് സ്വഭാവം, ബൂട്ടാ ഹോന ടു ബിക്കം ഓൾഡ് അല്ലെങ്കിൽ വയസ്സാവുക, ആവാസ് ശബ്ദം വോയിസ്, ടൂട്ട്ന ദുർബലമാകുക, കന്തോമ്മയാന ഉത്തരവാദിത്വത്തിലാകുക, മഹസൂസ് കർണ ടു ഫീൽ അനുഭവപ്പെടുക, വൃഷഭ് കന്ത ശക്തമായ തോട് അല്ലെങ്കിൽ ശക്തമായ ചുമൽ. ഇനി നമ്മൾ ഇതിൻ്റെ അർത്ഥം നോക്കുക. അമ്മ സാവധാനം ദുർബലയാകാൻ തുടങ്ങി അച്ഛൻ്റെ മരണശേഷം. ഒരേ കാര്യം തന്നെ അമ്മ വീണ്ടും വീണ്ടും പറയുക എന്ന സ്വഭാവം തുടങ്ങി. മക്കൾ അമ്മയുടെ ഈ സ്വഭാവം വാർദ്ധക്യത്തിൻ്റെ അടയാളമായി കണ്ടു. അമ്മയുടെ ശബ്ദം ദുർബലമായിക്കൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ അമ്മ ശാരീരികമായും ദുർബലയായി. കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും കഴിഞ്ഞിരുന്ന അമ്മ അങ്ങനെ മക്കളുടെ ആശ്രയത്തിലായി. മെല്ലെ മെല്ലെ മക്കളുടെ ശക്തമായ ചുമലുകളിൽ അമ്മ ഒരു ഭാരമായി. നോക്കുക ആ വരികൾ. ധീരെ ധീരെ ടൂട്ടി രഹി മാം, ധീരെ ധീരെ സ്ലോലി, മെല്ലെ മെല്ലെ അമ്മ ദുർബലയായിക്കൊണ്ടിരുന്നു. ആ ദുർബലയായ അമ്മ ഹാത്തോം ഹാത്ത് രഹത്തി മാം, കൈകളിൽ മാറി മാറി ജീവിച്ചു എന്ന് പറഞ്ഞാൽ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ താമസിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ മക്കളായ ഞങ്ങളുടെ കയ്യിൽ അമ്മ, ഞങ്ങളുടെ അടുത്ത് അമ്മ മാറി മാറി താമസിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഏക് ദിൻ ഹമാരെ കന്ധോം മേ ആഗയി, ഒരു ദിവസം അമ്മ പൂർണ്ണമായും ഞങ്ങളുടെ ചുമലുകളിലായി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സംരക്ഷണ ചുമതല മുഴുവൻ മക്കളായ ഞങ്ങളിൽ വന്നു ചേർന്നു. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, മെല്ലെ മെല്ലെ മഹസൂസ് കർണ തോന്നുക അല്ലെങ്കിൽ അനുഭവപ്പെടുക, മെല്ലെ മെല്ലെ മക്കളായ ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. ഹം അപ്പനെ വൃഷഭ് കന്തോമ്മേ, ഞങ്ങളുടെ ശക്തമായ മക്കളായ ഞങ്ങളുടെ ശക്തമായ ചുമലുകളിൽ അമ്മയുടെ ഭാരം ഞങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെടാൻ തുടങ്ങി. മനസ്സിലായോ ശരിക്ക്? ഇനി നമുക്ക് ഈ കവിതയിലെ അവസാനത്തെ സ്റ്റാൻസ നോക്കാം. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ, ആ മാം ആഖിർ മാം ഹി തോ ഹേ. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ, മാം ആഖിർ മാം ഹി തോ ഹേ. बार बार हमें कंधे बदलते देख, बार बार हमें कंधे बदलते देख, हमारे कंधों से उतर गई माँ. बार बार हम कंधे बदलते देख, हमारे कंधों से उतर गई माँ. और माम के कंधों से उतरते ही, और माम के कंधों से उतरते ही उतर गए हमारे कंधे. ഇതിൻ്റെ ആശയം നോക്കുക. വൃദ്ധയായ അമ്മ ജീവിച്ചിരുന്ന കാലമത്രയും അമ്മയുടെ സംരക്ഷണ ചുമതല മക്കളായ ഞങ്ങൾ ഓരോരുത്തരായി മാറി മാറി നിർവഹിച്ചു വന്നു. തൻ്റെ ജീവിതകാലമത്രയും മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ വയസ്സുകാലത്ത് അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ മക്കൾക്ക് ഒരു ഭാരമായി തീർന്നു. എന്നാൽ ഈ അമ്മയുടെ മാതൃത്വത്തിന് മക്കളുടെ ഈ കഷ്ടപ്പാട് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ താൻ മൂലം കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ സംരക്ഷിക്കേണ്ടത് കൊണ്ട് അവർക്ക് താനൊരു ഭാരമായി തീർന്നു എന്നുള്ള കാര്യം അമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അമ്മ മക്കളായ ഞങ്ങളുടെ ചുമലിൽ നിന്നും ഒരു ദിവസം അങ്ങ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അമ്മ മരണപ്പെട്ടു. അമ്മയുടെ അഭാവത്തിൽ അല്ലെങ്കിലും അമ്മ മരണപ്പെട്ടപ്പോൾ മക്കളായ ഞങ്ങൾ പൂർണ്ണമായും നിസ്സഹായരായി നിരാലംബരായി മാറി. അതാണ് ആ വരികളുടെ ആശയം. ഒരിക്കൽ കൂടി ആ വരികൾ നോക്കുക. ജബ് തക് ജീവിത് രഹി മാം, ജീവിച്ചിരുന്ന കാലമത്രയും ഹം ബദൽത്തേ രഹേ അപ്നെ കന്ദേ, അമ്മ ജീവിച്ചിരുന്ന കാലം വരെ ഞങ്ങൾ മക്കൾ ഞങ്ങളുടെ ചുമലുകൾ മാറി മാറി അമ്മയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. മാം ആഖിർ മാം ഹി
तो ഹേ, അമ്മ എന്തായാലും അമ്മയല്ലേ. ഒരമ്മയും തൻ്റെ മക്കൾ കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ അമ്മയുടെ സംരക്ഷണ ചുമതലയിൽ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അമ്മക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു നാൾ അമ്മ ഞങ്ങളുടെ ചുമതലയിൽ നിന്നും ഞങ്ങളുടെ സംരക്ഷണത്തിൽ നിന്നും, ഞങ്ങളുടെ ശക്തമായ ചുമലുകളിൽ നിന്നും അമ്മ ഒരു ദിവസം ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ ഒരു ദിവസം അമ്മ ഞങ്ങളെ വിട്ടുപോയി. അമ്മ മരണപ്പെട്ടു. അമ്മ മരിച്ചപ്പോഴാണ് അമ്മയുടെ വില ഞങ്ങൾക്ക് മനസ്സിലായത്. അമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ നിസ്സഹായരും നിരാലംബരും ആയിത്തീർന്നു. ഇതാണ് അവസാനത്തെ സ്റ്റാൻസയുടെ ആശയം. മനസ്സിലായോ ശരിക്കും? അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ചാനലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരുമായും ഈ ചാനൽ പങ്കുവെക്കുക. വൃദ്ധയായ അമ്മ നമുക്കൊരു ഭാരമാണെന്ന ചിന്ത മക്കളുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് വേണ്ടിയാണ്, അതായത് മക്കൾക്ക് വേണ്ടിയാണ് അമ്മ ജീവിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അമ്മ സഹിക്കേണ്ടതായി വരുന്നുണ്ട്. തൻ്റെ മക്കൾക്ക് ഒരിക്കലും ഒരു വേദനകളും ഒരു ബുദ്ധിമുട്ടുകളും ഒരു പ്രയാസങ്ങളും ഉണ്ടാകരുതെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. നമുക്ക് തൻ്റെ ജീവിതകാലത്ത് അമ്മ എത്ര സ്നേഹവും വാത്സല്യവും നൽകിയോ അതേ അളവിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി അളവിൽ നമ്മളമ്മക്കും നമ്മൾ ആ സ്നേഹവും വാത്സല്യവും തിരിച്ചു നൽകണം. അമ്മയുടെ സംരക്ഷണ ചുമതല നമ്മുടെ കടമയാണ് എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. ശരി, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ आज हम यहाँ समाप्त करेंगे. बाकी अगले क्लास में. धन्यवाद.